പാർലമെന്റിൽ മാത്രമല്ല ഈ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു MLA പോലും ഇല്ല. അങ്ങനെയുണ്ട്. എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് BJP, അവിടെ ഒന്നും ഒരു MLA ഇല്ല. ഇതിനപ്പുറത്ത് ഈ സർക്കാരും ഈ പാർട്ടിയും മതേതരമല്ല എന്ന് തെളിയിക്കാൻ മറ്റൊരു കാര്യവും വേണ്ട. ഒരു സർക്കാരിൻ്റെ താഴെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഒരു സർക്കാരിന് താഴെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ, അവർ ഭീഷണിയിലാണെങ്കിൽ, അവർ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സർക്കാർ മതേതരല്ല. ഈ അരക്ഷിതരാണ് എന്ന് ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകാത്ത പാർട്ടിയാണ്. ഇതേ നറേറ്റീവ് തന്നെയല്ലേ 2019 പറഞ്ഞുകൊണ്ടിരുന്നത്? അന്ന് രാജ്യം വിധി എഴുതിയത് എങ്ങനെയാണ്? 2014 അധികാരത്തിലേറുന്നു. അത് അഴിമതി ഉള്ള ഒരു സർക്കാരിനെ, UPA 2-നെ മടുത്തത് കൊണ്ടാണ് എന്ന ഒരു രാഷ്ട്രീയവാദം അവിടെ നിൽക്കുന്നു. എന്നാൽ ആദ്യം 5 വർഷം പൂർത്തിയാക്കി 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അഴിമതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മുന്നോട്ട് വെച്ചത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല, വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. അതിന്റെ കണ്ടിന്യൂഷനാണ് 2024 അവർ കൊണ്ടുപോകുന്നത്. ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ 2019 അങ്ങനെ ഒരു മാൻഡേറ്റ് കിട്ടുമോ? 5 വർഷം കൊണ്ട് അന്ന് വാജ്പേയി സർക്കാരിനെ കടപുഴക്കി താഴെ എറിഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു? ഇന്ത്യ ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് താഴെ എറിഞ്ഞല്ലോ. അപ്പോൾ അപകടമുള്ളത് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, മുസഫർപൂർ കലാപത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിലാണ് പറയൂ, നിസാറിന് അറിയാമല്ലോ. ഒരു നിമിഷം ന്യൂനപക്ഷങ്ങൾ അരക്ഷിതമാവുന്നത് ഭൂരിപക്ഷം പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഭൂരിപക്ഷം പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ജനാധിപത്യത്തിനെതിരല്ല, പക്ഷേ അത് പൊളിറ്റിക്കലല്ല, റിലീജിയസ് കൺസോളിഡേഷൻ ആകുമ്പോൾ, അതായത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നുള്ളത് മതപരമായ ഭൂരിപക്ഷമാകുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാകുന്നത്. അതൊരു നറേറ്റീവ് മാത്രമല്ല. അല്ല, നറേറ്റീവ് അല്ല. പറയൂ, MP-യുടെ MLA-യുടെയും പേര് പറയൂ. MP-മാരുടെയും MLA-മാരുടെയും ഞാൻ ചോദിക്കുന്നത് MP MLA മാത്രമല്ല. MP MLA എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാജ്യത്ത് ഒരു മുസ്ലിം MP ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചോദിക്കട്ടെ, MP ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രമുണ്ടല്ലോ, പാർലമെന്റിൽ പ്രാതിനിധ്യം വേണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ, ഒരു മുസ്ലിം എന്ന പേരിൽ തന്നെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് മതേതരത്വം. അതെന്താണ് IUML ആ പാർട്ടിയുടെ പേരിൽ തന്നെ സമുദായത്തിന്റെ പേരാണ്. BJP-യുടെ പേരിൽ സമുദായത്തിന്റെ പേരില്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ്. That belongs to the people. ജനതയാണ്, അല്ലാതെ ഒരു മതമല്ല. ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല, BHP എന്നല്ല, പേരിലാണോ? പേരിലും കാര്യമുണ്ടെന്നേ. MP പറയൂ. സുജയ, സംഘപരിവാറാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി. ആ പാർട്ടിയിൽ അതാണ് ആ സംഘം. ആ സംഘത്തിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് BJP എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ബജറംഗ് ദളുണ്ട്, അറിയാലോ. ബജറംഗ് ദൾ എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ? ബജറംഗ് ബലി, ഹനുമാന്റെ പേരിലൊരു സംഘടനയാണ്. 2 വിശ്വ ഹിന്ദു പരിഷത്ത് അതിനകത്തുണ്ട്, ഹിന്ദുവിൻ്റെ പേരിലാണ് അതിനകത്തുള്ളത്. അതിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഈ പറയുന്ന BJP എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സംഘടനകളും കൃത്യമായി ഹിന്ദു നാമധേയത്തിലുള്ള സംഘങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ സംഘപരിവാർ. അല്ല, അത് മാത്രമല്ല ഉണ്ണി, അതിനകത്തിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? രണ്ടാമത്തെ സർസംഘ് ചാലക് പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാണ്. അതെ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നീ ആഭ്യന്തര ശത്രുക്കളെ എതിർക്കാൻ വേണ്ടി നമ്മൾ സമരത്തിൽ പങ്കെടുത്ത് ഊർജം കളയരുതെന്ന് പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഇനി അതിനകത്ത് എന്തെങ്കിലും ഡിബേറ്റ് ആവശ്യമുണ്ടോ? നോക്ക്, എന്നെ Meet the editors.